ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഒരു അവധി ദിവസമാണ്. രാവിലെ എഴുന്നേറ്റേ ഉള്ളൂ. രാവിലെ എഴുന്നേറ്റ് ബ്രഷൊക്കെ ചെയ്ത് മുടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അവിടുത്തെ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അപ്പം ഇന്ന് അവധി എന്ന് വെച്ചാൽ ഇന്ന് കൊച്ചിന് സ്കൂളില്ലാത്ത ദിവസമാണ്. അപ്പം ഞാൻ ഇന്ന് ലീവ് എടുത്തിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ കാര്യങ്ങളൊക്കെ വെറുതെ ഒരു വ്ളോഗായിട്ട് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം ഞങ്ങളിപ്പം രാവിലെ ഞാൻ കൊച്ചും കൂടെ പള്ളിയിൽ പോവാണ്. അപ്പം ഇന്നത്തെ പരിപാടികൾ നമുക്കിവിടെ തുടങ്ങാം. നിങ്ങളും ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തോളൂ. ഈ പ്ലാന്റ് ഇവിടുത്തെ ചിപ്പു വലിച്ചു പറിച്ച് താഴെ ഇട്ടിട്ടുണ്ട്. ചിപ്പു അങ്ങനെ ഭയങ്കര ഒരു പ്രശ്നക്കാരനല്ല, പക്ഷെ ഇന്ന് ചിപ്പുവിന് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. എനിവേ ഞാൻ ഈ പ്ലാന്റ് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് പെട്ടെന്ന് പള്ളി പോവാം. ഈ തണുപ്പ് ഇവിടെ വന്നും പോയിരിക്കും കേട്ടോ. ഇടയ്ക്ക് നല്ലൊരു സമ്മറിൻ്റെ പോലത്തെ കാലാവസ്ഥയൊക്കെ വന്നായിരുന്നു. ബട്ട് എല്ലാം പിന്നെ തലതിരിഞ്ഞു. പിന്നെ ഈ ആഴ്ച ഭയങ്കര തണുപ്പാണ്. ഇനിയിപ്പോൾ രാവിലെ ഭയങ്കര തണുപ്പെന്ന് വെച്ചാൽ ഒരു 4 ഡിഗ്രിയൊക്കെയാണ്. ഇന്നിപ്പോൾ ഞാൻ ഫുൾ ഡേ ഐ ടു ലീവ്. കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ഇന്നത്തെ ദിവസം ഒരു ലീവ് അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ പള്ളി കഴിഞ്ഞ് ഇറങ്ങി. സാറിനെ ഉണ്ടല്ലോ, സാറിന് ദിവസം ഞാനും കൊച്ചും കൂടെ പള്ളി കഴിഞ്ഞ് ഒറ്റ ഓട്ടമാണ്. കൊച്ചുവിനെ സ്കൂളിൽ പോകണം, എനിക്ക് ഓഫീസിൽ പോകണം. അപ്പോൾ പള്ളി കഴിയുമ്പോൾ ഞാൻ നേരെ വീട്ടിലോട്ട് പോകും. എന്നിട്ട് വീട്ടിലോട്ട് പോയി കഴിയുമ്പോൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേനും കൊച്ചുവിൻ്റെ സ്കൂൾ ബസ് വരും. അപ്പോൾ കൊച്ചു സ്കൂൾ ബസ് കയറി പോകും. എന്നിട്ട് ഞാൻ ഓഫീസിൽ പോകും. അപ്പം എല്ലാ ദിവസവും അങ്ങനെ ഒരു ഓട്ടമാണ്. അല്ല, എവറി ഡേ വി ഡു ദാറ്റ് റൈറ്റ്. പക്ഷേ ഇന്നിപ്പോൾ കൊച്ചുവിനും അമ്മയ്ക്ക് സ്കൂളില്ലാത്ത കാരണം നല്ല പീസ്ഫുള്ളായിട്ട് ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഈ ഒരു സ്ഥലം കാണുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു വിഷമം തോന്നും കേട്ടോ. എന്താണെന്ന് ഞാൻ പറയാം. ഇതിവിടുത്തെ പള്ളിയുടെ സിമെട്രിയാണ് കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും പള്ളി കഴിഞ്ഞ് പോകുമ്പോൾ നോക്കാറുണ്ട് ആരെങ്കിലും പ്രാർത്ഥിക്കുന്ന കാണാറുണ്ടോന്ന്. പക്ഷേ എന്തോ ഒരിക്കലും ഞാൻ ഇവിടെ ആരും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന കാണാറില്ല കേട്ടോ. പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ എല്ലാ ദിവസവും കുർബാന കഴിഞ്ഞാൽ എല്ലാവരും നമുക്ക് നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് നിമിഷം തിരിച്ച് പ്രാർത്ഥിക്കുമല്ലോ. പക്ഷെ എന്താണ് ഇവിടെ ഇങ്ങനെ എനിക്കറിയത്തില്ല. ഏതെങ്കിലും സ്പെഷ്യൽ ഡേയ്സിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവിടെ ഓർമ്മ ദിവസങ്ങളിലൊക്കെ ആയിരിക്കും പ്രാർത്ഥിക്കാൻ വരുന്നത്. ഇവിടുത്തെ ഉണ്ടല്ലോ, ഇവിടുത്തെ കാറ്റ് കൊടുങ്കാറ്റാണ് ഗൈസ്. നമ്മൾ നാട്ടിൽ ഇങ്ങനെ ഒരു കാറ്റ് വന്നാൽ നമ്മൾ പേടിച്ചു. ഇവിടെ വന്ന വർഷം ഇങ്ങനെ ഒരു കാറ്റടിച്ചപ്പോൾ ഞാൻ അങ്ങ് പേടിച്ച് വിറച്ചു പോയി. പക്ഷേ ഇതിപ്പോൾ ഇവിടെ ശീലമായി. ചിലപ്പോൾ ഇങ്ങനെ പറത്തിക്കൊണ്ട് പോകുന്ന ടൈപ്പ് കാറ്റ് ഇവിടെ വരാറുണ്ട്. ക്ലൈമറ്റ് ഈസ് സോ എക്സ്ട്രീം. ബാങ്ക് വെൻ യു ആർ സ്മോൾ കൊച്ചിയിലെ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അപ്പൊ നമ്മൾ ഫസ്റ്റ് പോകുന്നത് പോകാൻ പോകുന്നത് എവിടെയാ ചോദിച്ചു? ഇന്ത്യൻ കട. ഞങ്ങളിവിടെ ഇന്ത്യൻ കട എത്തി. ബട്ട് ഇന്ത്യൻ കട തുറന്നിട്ടില്ല. ഇനി ഒരു 3/4 മണിക്കൂറുണ്ട് ഇന്ത്യൻ കട തുറക്കാനായിട്ട്. തിരിച്ച് വീട്ടിൽ പോകാൻ വയ്യ. പിന്നെ നമ്മൾ പോയിട്ട് പിന്നെ വരണ്ട വെച്ചു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇവിടെ അടുത്തൊരു സ്റ്റാർബക്സ് ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോയാലോ? വാട്ട് അബൌട്ട് ദാറ്റ്? ഈസ് ഇറ്റ് എ ഗുഡ് പ്ലാൻ? സ്റ്റാർബക്സിൽ എന്താ കഴിക്കുന്നു? അടി വാണ്ട് കേക്ക് പോപ്സ്? ഞാൻ ഉണ്ടല്ലോ ഒരു പ്രത്യേകതരം ഡയറ്റിലാണ് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. മധുരമൊന്നും അധികം കഴിക്കാറില്ല. സ്റ്റാർബക്സ് വന്നു കഴിയുമ്പോൾ എൻ്റെ ഒരു ഫേവറേറ്റ് ഡ്രിങ്ക് ഉണ്ട്, കാരമൽ ഫ്രാപ്പുച്ചിനോ. അത് ഇച്ചിരി മധുരം കൂടുതലായിട്ടുള്ള സംഭവമാണ്. പക്ഷെ ഇവിടം വരെ വന്ന സ്ഥിതിക്ക് എനിക്കത് കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല. വല്ലപ്പോഴേ ഞാൻ സ്റ്റാർബക്സിൽ വരാറുള്ളൂ. സോ നമുക്കത് കഴിക്കാം. ഇതാണ് സ്റ്റാർബക്സ് എങ്കിൽ തൊട്ടിപ്പുറത്ത് അവിടെ ഒരു കടയുണ്ട്, അതാണ് ജയമാട്ട്. അപ്പോൾ ഇത്ര അടുത്താണ് സ്റ്റാർബക്സും നമ്മുടെ ചൈനക്കടയും. ജയമാട്ട് ഇസ് എ ചൈനക്കട. അപ്പം നമ്മുടെ ജയമാട്ട് തുറക്കാനായിട്ട് ഇനി 10-15 മിനിറ്റ് ഉണ്ട്. അപ്പോൾ സ്റ്റാർബക്സിൽ പോയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് നേരെ ചൈനക്കടയിലോട്ട് പോവാം. What is it? Pig box. So ഞാൻ കാരമൽ ഫ്രാപ്പുച്ചിനോ മേടിച്ചില്ല. അവിടെ ചെന്നപ്പോൾ എനിക്ക് ഭയങ്കര കുറ്റബോധം. ഐ ബോട്ട് ബേഗൽ. ഇത് ഹെൽത്തിയാണ്.
മധുരമൊന്നുമില്ല. അപ്പോൾ എനിക്കിത് സമാധാനമായിട്ട് കഴിക്കാം. ഹാപ്പി ടമ്മി, ഹാപ്പി ഫേസസ്. ഇനി നമ്മൾ നേരെ പോകുന്നത് ഈ കാണുന്ന ഈ വന്നിരിക്കുന്ന ജയമാർട്ടിലോട്ടാണ്. അവിടെ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഇന്നത്തെ അവിടുത്തെ മീനുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം ചാടിത്തുള്ളി ചൈനക്കടയിലോട്ട് പോയെങ്കിലും കാര്യങ്ങളൊന്നും നടന്നില്ല. അവിടെ എപ്പോഴും ഒരു ഫ്രഷ് ഫിഷിൻ്റെ ഒരു സെക്ഷൻ ഉണ്ടാവാറുണ്ട്. ആ സെക്ഷൻ ക്ലോസ്ഡ് ആണ്. എന്താണെന്നറിയത്തില്ല, ഈ ആഴ്ച മീൻ വന്നില്ലേ എന്തോന്നറിയത്തില്ല. അപ്പം ഞങ്ങൾക്ക് മീൻ മേടിക്കാൻ പറ്റിയില്ല. അപ്പം രാവിലെ തൊട്ട് ഇങ്ങനെ തേരാപാര നടക്കുന്നല്ലാണ്ട് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഇനിയിപ്പം നമുക്ക് നേരെ ഇന്ത്യൻ കടയിലോട്ട് തന്നെ പോവാം. ഇനി 10 മിനിറ്റും കൂടെ ഉണ്ട് ഇവിടെ ഇന്ത്യൻ കട ബാലാജി സൂപ്പർ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട്. ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും കലാപരിപാടി അവതരിപ്പിച്ചാലോ? കുച്ചിയുടെ വെള്ളം കുടിക്കുന്ന കലാപരിപാടിയാണുള്ളത്. എനിക്കിപ്പം പ്രത്യേകിച്ച് കലാപരിപാടിയൊന്നും അറിയത്തില്ലല്ലോ. കട തുറന്നു വിചാരിച്ച് ഇന്ത്യൻ കടയുടെ വാതിക്ക് വന്ന് ഞങ്ങൾ നിൽക്കുകയാണ്. പക്ഷേ കട തുറന്നിട്ടില്ല, നല്ല തണുക്കുന്നുണ്ട്. കുച്ചു ഈസ് ഗെറ്റിംഗ് മാഡ്, ഐ എം ഓൾസോ ഗെറ്റിംഗ് മാഡ്. പക്ഷേ കാറൊക്കെ അടച്ചു കൂട്ടി ഇവിടെ വരെ വന്നിട്ട് ഇനി ഇപ്പം തിരിച്ച് കാറിൽ പോകാൻ വയ്യ. ടൊമാറ്റോ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻറ്റ് ഇൻ എവറി ഫുഡ്. ഓക്കെ, നമുക്ക് ഏത് കറിയിലും ചുമ്മാ ഇടാൻ പറ്റുന്ന ഒരു സാധനമാണ് ടൊമാറ്റോ. അപ്പോൾ എൻ്റെ ഫ്രിഡ്ജിൽ എപ്പോഴും കുറേ ടൊമാറ്റോസ് കാണും. വെച്ചോ, ഇപ്പോഴും എടുത്താൽ തണുത്ത് പൊങ്ങിച്ചു. പോകുന്നതിന് എടുത്തപ്പോൾ ഇഞ്ചി, ഇവിടുത്തെ ഇഞ്ചി ഉണ്ടല്ലോ ഭയങ്കര കിളുന്താണ്. നമ്മുടെ നാട്ടിലെ ഇഞ്ചിയുടെ പോലെ ഒരു ഭയങ്കര ഒരു എന്താ പറയുക സ്മെല്ലൊന്നും കാണത്തില്ല. അപ്പോൾ കുറേ ഇഞ്ചി ഇട്ടാലും എന്തെങ്കിലും ഒരു ചോ വരത്തുള്ളൂ. ഇത് കണ്ടോ ഭയങ്കര കിളിഞ്ച ഇഞ്ചിയാണ്. യാ കുച്ചു പറയുമായിരുന്നു നമ്മളിങ്ങനെ ഇട ദിവസം വരുവാണെങ്കിൽ നല്ല രസമുണ്ട് ഷോപ്പിംഗ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഇവിടെ ശനി ഞായറും ഒക്കെ ഭയങ്കര തിരക്കാണ്. വെനസ്ഡേ ആൻഡ് ലൈക്ക് ഞാനും കുച്ചു മാത്രമേ ഈ കടയിലുള്ളൂ. ഇതിനകത്തിട്ടോ കുച്ചു ജിഞ്ചർ, 2 garlic. Yeah, 2 garlic. 2 garlic. സാമ്പാർ ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ ഫേവറേറ്റ് വെജിറ്റബിൾ എന്താണ് സാമ്പാറിൽ? വെജിറ്റബിൾ അല്ല, ഫേവറേറ്റ് സാധനം. എൻ്റെ ഫേവറേറ്റ് സാധനം ഈ ചേമ്പാണ്. സാമ്പാറാണെങ്കിലും അവിയലിലാണെങ്കിലും ചേമ്പിട്ട നല്ല ടേസ്റ്റ് അല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് ചേമ്പ് നമുക്ക് അധികം എടുക്കാം. ഇനി നമുക്കൊരു വെള്ളരിക്കയും കൂടെ എടുത്ത് പരിപാടി അവസാനിപ്പിക്കാം. കുച്ചു തന്നെ കേട്ടോ, ചെറിയ വെള്ളരിക്ക പറയാം. ഇത് പകുതി വെള്ളരിക്ക ഞാൻ സാമ്പാറിലിടും, പിന്നെ ഞാൻ പകുതി വെള്ളരിക്ക വെച്ച് മോരും കാച്ചും. ദാറ്റ്സ് മൈ പ്ലാൻ. ഇത് ഇവിടുത്തെ പൊടികളൊക്കെ ഇരിക്കുന്ന സ്ഥലമാണ്. ഇവിടെ എനിക്ക് ഉഴുന്ന് വേണം, പിന്നെന്താ ഗരം മസാല വേണം. ഗരം മസാല നിങ്ങളൊക്കെ വീട്ടിലായിരിക്കും പൊടിക്കുന്നതല്ലേ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പൊടിക്കാറുണ്ട്, പക്ഷേ ഇന്നിപ്പം അതിനുള്ള സമയമില്ല. തൽക്കാലം ഞാനൊരു പാക്കറ്റ് ഗരം മസാല ഉഴുന്നും എടുക്കട്ടെ. ഓക്കെ, so me and Kuchu bought our favorite ice cream. It's not my favorite. Chocolate is. Chocolate is Kuchu's favorite. പക്ഷേ ഇതെൻ്റെ ഫേവറേറ്റ് ആണ്. ഓറഞ്ച് ഫ്ലേവർ അല്ല, ഓറഞ്ച് ഡോളി, നമ്മുടെ ഇന്ത്യ ഐസ്ക്രീം. സോ ഗുഡ്. എന്തായാലും സ്റ്റാർബക്സിൽ നിന്ന് ഞാൻ മധുരമൊന്നും കഴിച്ചില്ലല്ലോ, അപ്പോൾ ഇതെനിക്ക് ധൈര്യമായിട്ട് കഴിക്കാം. This is healthy because it's orange. Right? ഓറഞ്ച് ശരിക്കുള്ള ഓറഞ്ച് അല്ല കുച്ചു. ഇറ്റ്സ് ഓൺലി ഫ്ലേവർഡ് റൈറ്റ്. But it's actually orange. It's orange flavor. It's orange though, even it.
It's flavor. It's the orange. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ബാങ്കിലോട്ട് പോവാണ്. വീട്ടിലോട്ട് പോകുന്നില്ല. വീട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ഇല്ല ഉച്ച നമുക്ക് മടിയാവും പിന്നെ ഇറങ്ങാൻ. ഭയങ്കര തണുപ്പായത് കാരണം പിന്നെ നമുക്ക് എല്ലാം പെട്ടെന്ന് പോയിട്ട് വരാം. അപ്പോൾ ആ പരിപാടി കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴൊന്നും പുറത്തിറങ്ങണ്ട. പിന്നെ വൈകിട്ട് കുച്ചുവിനെ കാറ്റഗറിസത്തിന് പോയാൽ മതി. ചുമ്മാ പറയുന്നത് അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ ഈ ഐസ്ക്രീം കഴിച്ചിട്ട് പോട്ടെ. ഇയാറിൻ്റെ ബാങ്ക് പരിപാടികളൊക്കെ അവസാനിച്ചു. ഇനി ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ്. ഇനി വീട്ടിൽ പോയിട്ട് നമുക്ക് കുക്കറി ഷോ തുടങ്ങാം. ഹലോ, വെൽക്കം ടു മൈ കിച്ചൺ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ലഞ്ച് ഉണ്ടാക്കാൻ പോവാണ്. ഇന്ന് ഞാൻ ലഞ്ചിന് ഉണ്ടാക്കാൻ പോകുന്നുണ്ടല്ലോ ദാൽ കിച്ചടി. ദാൽ കിച്ചടി ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡാണ്. ഞാൻ കൊച്ചുവിനെ പ്രഗ്നൻ്റ് ആയ സമയത്ത് എനിക്ക് എപ്പോഴും വോമിറ്റിങ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒരുമാതിരി ഒരു ഫുഡും കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ ട്രിവാൻഡ്രത്തായിരുന്ന സമയത്ത് അവിടെ മദേഴ്സ് പ്ലാസ എന്ന് പറഞ്ഞിട്ട് ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ്. ഇറ്റ്സ് ക്വൈറ്റ് ഫേമസ് ദെയർ. അപ്പം അവിടുത്തെ ദാൽ കിച്ചടി അതായിരുന്നു ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന ഒരേ ഒരു സംഭവം. എല്ലാ ദിവസവും വൈകുന്നേരം ജോലി കഴിഞ്ഞ് ഇവിടെ പോവുക. ഞാനും ബേബിനും കൂടെ വി യൂസ് ടു ഗോ ടു മദേഴ്സ് പ്ലാസയിൽ പോയിട്ട് അവിടുത്തെ ദാൽ കിച്ചടി അത് ഞാൻ കുറേ കഴിച്ചിട്ടുണ്ട്. സോ ഇറ്റ്സ് മൈ ഫേവറേറ്റ് ഫുഡാണ്. നമ്മുടെ വയറിനൊക്കെ നല്ല സുഖമാണ്. പിന്നെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ്. കുച്ചും ചിപ്പും കൂടെയുള്ള ബഹളം. എനിവേ, അപ്പോൾ അതാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. യൂട്യൂബിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് അടിപൊളി റെസിപ്പീസൊക്കെ കിട്ടുമായിരിക്കും. ബട്ട് ലൈക്ക് ഐ എം ഗോയിങ് ടു മേക്ക് ഇറ്റ് ഇൻ മൈ ഓൺ വേ. അപ്പോൾ ദാൽ കിച്ചടി ഉണ്ടാക്കാനായിട്ട് നമുക്ക് പല ടൈപ്പ് ഒത്തിരി ദാലൊക്കെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പം തൽക്കാലം ഈ ഒരു ദാൽ മാത്രമേ ഉള്ളൂ. സോ ഐ എം ഗോയിങ് ടു മേക്ക് എ ദാൽ കിച്ചടി. അപ്പോൾ നമ്മൾ ദാൽ കിച്ചടി ഉണ്ടാക്കാനായിട്ട് വൈറ്റ് റൈസ് എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. എന്തെങ്കിലും ബസ്മതി റൈസോ അല്ലെങ്കിൽ വൈറ്റ് റൈസാണ് നല്ലത്. പിന്നെ ഈക്വൽ എമൗണ്ട് ഓഫ് റൈസും ഈക്വൽ എമൗണ്ട് ഓഫ് ദാലും കൂടെ മിക്സ് ചെയ്ത് വെക്കുക. കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ കുതിരാനായിട്ട് വെക്കുക. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഈ ദാൽ നല്ല ഓറഞ്ച് കളറുള്ള ദാലുണ്ടല്ലോ, നല്ല ടേസ്റ്റുള്ള ദാലാണ്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ദാൽ നല്ല ടേസ്റ്റുള്ള ദാൽ പിക്കുക എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് നമുക്ക് സാധാരണ ഐറ്റംസ് സബോള, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, പച്ചമുളക്. വെളുത്തുള്ളി ഇത്രയൊന്നും വേണ്ട, രണ്ട് മൂന്ന് അല്ലി മതി കേട്ടോ. ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത്. പലരും പല രീതിയിലൊക്കെ ഉണ്ടാക്കുന്നതാണ്. ഭയങ്കര സിമ്പിൾ ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം അത്രേ ഉള്ളൂ. ഇതെല്ലാം കൂടെ അരിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഇനിയിപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ കിച്ചടി ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് ഗീയും സൺഫ്ലവർ ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് ആഡ് ചെയ്യാം. ദിസ് മൈ ഗീ. എഗെയിൻ എവറിത്തിങ് ഈസ് വെരി ഈസി. ഞാനിപ്പോൾ ഗീയാണ് ആഡ് ചെയ്യുന്നത്. ഗീയും സൺഫ്ലവർ ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് ആഡ് ചെയ്യും. പിന്നെ ജീരകമാണ് ഇടുന്നത് കടുകിന് പകരം. നമ്മളിതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണല്ലോ, അപ്പോൾ ജീരകമാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, കടുകല്ല. പിന്നെ നമ്മുടെ സാധാരണ സാധനങ്ങൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, സബോള, തക്കാളി എല്ലാം ഇട്ട് മൂപ്പിച്ചെടുക്കുക. പിന്നെ ഞാൻ ആഡ് ചെയ്യുന്ന 2 മസാലകൾ എന്ന് പറയുന്നത് ഗരം മസാലയും പിന്നെ മഞ്ഞൾപ്പൊടിയും മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിപ്പൊടിയൊക്കെ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ പരിപ്പും ചോറും അരിയും കൂടെ കുതിർത്ത് വെച്ചോണ്ടല്ലോ അത് ആഡ് ചെയ്യുക. കുക്കറിൽ ഒരു വിസിൽ അടുപ്പിക്കുക. അത്രേ ഉള്ളൂ. സംഗതി ഭയങ്കര ഈസിയാണ്, ബട്ട്സ് വെരി ടേസ്റ്റി. അപ്പോൾ ദാൽ കിച്ചടി റെഡിയാവുന്ന സമയത്ത് ഞാൻ എൻ്റെ ഗരം മസാല കുപ്പിയിലാക്കട്ടെ. ഇത് ഞാൻ പൊടിച്ചു വെച്ച ഗരം മസാലയാണ്. അത് ഇത്രയും കുറച്ചേ ഉള്ളൂ. ഇനിയിപ്പോൾ ഗരം മസാല വീക്കെൻഡിൽ എപ്പോഴെങ്കിലും പൊടിക്കാം. ഇപ്പോൾ തൽക്കാലം ഞാനിന്ന് മേടിച്ചുകൊണ്ട് വന്ന ഗരം മസാല മീ ട്രാൻസ്ഫർ. ഇതാണ് ഈ ഗരം മസാലയാണ് ഞാൻ ഇന്ന് ദാൽ കിച്ചടിയിൽ ഇട്ടത്. സോ ഇനിയിപ്പോൾ ദാൽ കിച്ചടിയിലുണ്ടല്ലോ ഇനിയൊരു വേറൊരു മെയിൻ ഐറ്റം നമ്മൾ ഇടാറുണ്ട്. അത് തിളച്ച് വെന്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് അതിനകത്ത് മല്ലിയില ഇടണം. സോ മല്ലിയില ഗീവ്സ് എ നൈസ് ഫ്ലേവർ ഫോർ ദാൽ കിച്ചടി. അപ്പോൾ എൻ്റെ കുക്കർ തീരെ ചെറുതായതുകൊണ്ടേ ഈ പരിപ്പ് സംഭവം പെട്ടെന്ന് അടുക്കി പിടിക്കും. അപ്പോൾ എനിക്ക് ചെറിയൊരു അടുക്കി പിടിക്കുമോ എന്നൊരു ചെറിയൊരു സ്മെല്ല് വന്നു. അപ്പോഴത്തേനും ഞാൻ പെട്ടെന്ന് കുക്കറിൻ്റെ കുക്കർ തുറന്ന് സംഭവം പുറത്തെടുത്തു. ബട്ട്സ് ഓക്കെ, ഒന്നും സംഭവിച്ചിട്ടില്ല. നമ്മുടെ കിച്ചടി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുക്കറിൽ നിന്ന് സംഭവം ട്രാൻസ്ഫർ ചെയ്ത് ഇപ്പോൾ വേറൊരു എന്താ പറയുന്ന ഫ്രൈയിങ് ഇതിലോട്ട് വെച്ചിട്ടുണ്ട്.
ഇനിയിപ്പോൾ ഇത് ശരിക്കും ഇത് നല്ലപോലെ വെന്തു. ഇനി ഇതിനകത്തോട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കുറച്ച് നമ്മുടെ എന്തായിരുന്നു മല്ലിയിലയും കൂടി ഇട്ട് ഗാർണിഷ് ചെയ്ത് കഴിയുമ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ദാൽ ബിരിയാണി. അപ്പം നമ്മുടെ ദാൽ കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് എന്തെങ്കിലും അച്ചാറോ പിന്നെ റായ്ത്ത അതൊക്കെയാണ് അതിൻ്റെ കോമ്പിനേഷൻ. ഓംലെറ്റിൻ്റെ കൂടെ ഒക്കെ അടിപൊളിയാണ്, ചുമ്മാ കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ എനിക്കിനി ഒന്നും ഉണ്ടാകും, എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. സോ ഐ എം ഗോയിങ് ടു ഈറ്റ് ദിസ് ദാൽ കിച്ചടി. അപ്പം നിങ്ങൾ ആരെങ്കിലും ദാൽ കിച്ചടി ഇതുവരെ കഴിച്ചിട്ടില്ല, ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. വെരി ഈസി, വെരി ഹെൽത്തി ആൻഡ് വെരി ടേസ്റ്റി. പരിപ്പുണ്ടല്ലോ, നമ്മൾ പരിപ്പ് നല്ല പരിപ്പായിരിക്കണം കേട്ടോ. നല്ല പരിപ്പാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും നല്ല ടേസ്റ്റി ആയിട്ട് വരും. പരിപ്പ് മോശമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കാണിച്ചിട്ടും ഒരു കാര്യം ഉണ്ടാകത്തില്ല. സോ ട്രൈ ടു ബൈ ഇങ്ങനത്തെ ഈ ഓറഞ്ച് കളറിലെ പരിപ്പുണ്ടല്ലോ, ഇറ്റ്സ് സോ ഗുഡ്. പിന്നെ പല ടൈപ്പ് പരിപ്പൊക്കെ മിക്സ് ചെയ്തൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. സോ എനിവേ, അപ്പം ഞാൻ ഈ ദാൽ കിച്ചടി കഴിക്കട്ടെ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എൻ്റെ വീഡിയോ, ഇതൊക്കെ എൻ്റെ ചട്ടികളാണ് കേട്ടോ. ഇതല്ല, ഞാനിവിടെ കുറച്ച് ചട്ടികളൊക്കെ മേടിച്ച് കൂട്ടിയിട്ടുണ്ട്. എനിവേ, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സീ ഓൾ വിത്ത് അനദർ വീഡിയോ. ബൈ ബൈ.